അപ്പൊ തുടങ്ങാം അല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. നിങ്ങളോട് എണീറ്റ് പോവാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാ ഒരാള് വിശ്വസിക്കുന്ന മതത്തിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന രീതിയിലുള്ള സംസാരം കൊണ്ടാണ് നിങ്ങളോട് എണീറ്റ് പോവാൻ പറഞ്ഞത്. ഭയങ്കരമായ ആള്. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ഏത് തന്നെയായാലും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്ത്രീ പുരുഷ തുല്യത ഇല്ല എന്നാണ് പറയുന്നത് ഇസ്ലാം മത വിശ്വാസം പറയുന്നത്. നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലേ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇല്ലേ? അത് പറഞ്ഞൂടെ? വിശ്വാസികൾ പറയുന്നു, നമ്മൾ കേൾക്കുന്നില്ലേ? നമ്മൾ പറയും, നിങ്ങൾ കേൾക്കൂ. പറഞ്ഞത് ശരിയല്ലേ? ഇതൊന്നും ആർക്കും അറിയില്ല വിചാരം. സ്ത്രീ പുരുഷ തുല്യത ഉണ്ട്. ഇല്ല, സ്ത്രീയുടെ സ്വത്തവകാശം പുരുഷന്റെ പകുതിയാണ്. നിങ്ങൾക്ക് അത് ഓക്കെ ആണോ? പറഞ്ഞു കൊടുക്ക് സാറേ. ഒന്ന് എനിക്ക് അത്രയും വിദ്യാഭ്യാസമല്ല, ഞാൻ 10ലെത്തിട്ടോ. അപ്പൊ അത് പഠിപ്പിച്ചവരാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണോ തെറ്റാണോ? ചോദ്യം മനസ്സിലായില്ല. ഒരു സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തവകാശം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്റെ സ്വത്തിന്റെ പകുതിയുള്ള അവകാശമേ ഉള്ളൂ സ്ത്രീക്ക് ലഭിക്കുള്ളൂ. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷിയല്ലോ. കാരണം എന്തുകൊണ്ടാണ് ഒരു സ്ത്രീനെ അത് നിങ്ങൾ ഓക്കെ ആണോ? അത് മതിയോ? അത് ഓക്കെ ആണോ? അതിൽ തുല്യതയുടെ പ്രശ്നം വരുന്നില്ലേ? ഇല്ല, കാരണം വരുന്നില്ല. ഒരു സ്ത്രീനെ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുമ്പോ അവർക്ക് ആവശ്യമുള്ള സ്വർണം കൊടുക്കണ്ടേ? കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതെ ആവശ്യമുള്ള സ്വർണം കൊടുക്കണ്ടേ? പക്ഷെ ഒരു പുരുഷനായി അതെന്താ സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുത്താ പോരെ? എന്തിനാ ഈ സ്വർണം കൊടുക്കുന്നത്? വിദ്യാഭ്യാസം കൊടുത്തൂടെ? നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് മൊത്തം സ്ത്രീകളെ എന്ന് ആലോചിക്കണം. നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് മൊത്തം സ്ത്രീകളെയാണ്. അവരെല്ലാരും ഇതിനോട് യോജിക്കോ? ഈ സ്ത്രീ പറഞ്ഞതിനോട് എത്ര സ്ത്രീകൾ ഇവിടെ യോജിക്കുന്നു? കൈപൊക്കുക. എന്താ ചെയ്യാ? അച്ഛന്റെ ഒരു സ്വഭാവം അതാ. നിങ്ങള് കേവലാട്ടോ, സമ്മതിച്ചിരിക്കണു. ഞാൻ പോകുന്നു. ബൈ ബൈ.